ക്ലാസ് 6 പേജ് നമ്പർ 66 ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്: ചുവടെയുള്ള ഓരോ ജോഡി ഭിന്നസംഖ്യകളിലും വലുതും ചെറുതും ഏതാണെന്ന് കണ്ടുപിടിച്ച് ഈ ചിഹ്നങ്ങൾ ചെറുത് വലുത് എന്നുള്ളത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പൽ ഉപയോഗിച്ച് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം 2/5 3/5. ഇവിടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ ഛേദം ആണെങ്കിൽ അംശങ്ങളിൽ ആരാണോ വലുത് അതായിരിക്കും വലുത്. അപ്പം നിങ്ങൾ ഇത്രയേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഇത് തന്നെ ഒരു കേക്കാണെന്ന് വിചാരിക്കുക. കേക്ക് 5 കഷ്ണങ്ങൾ ഉണ്ട്. അതിൽ 2 എണ്ണം കിട്ടുന്ന ആൾക്കാണോ കൂടുതൽ കഴിക്കാൻ പറ്റുക? 5 ആയിട്ട് മുറിച്ചതിൽ 3 എണ്ണം കിട്ടുന്ന ആൾക്കാണോ കൂടുതൽ കഴിക്കാൻ പറ്റുക? 3 അല്ലേ. അപ്പോൾ എന്താണ്? ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ അംശത്തിൽ ആരാണോ വലുത് അയാളായിരിക്കും വലിയ സംഖ്യ. അപ്പം 2/5 ചെറുതാണ് ആരെക്കാളും 3/5. അപ്പോൾ 3/5 ആണ് ഇവിടെ വലുത്. മനസ്സിലായില്ല? വലുത് ഏതാണെന്നാണ് ചോദ്യം. വലുതും ചെറുതും ഏതാണെന്ന് ചോദിച്ചാൽ ഈ സംഖ്യ നമുക്ക് ഈ ചിഹ്നം ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2/5 2/3. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അംശം ഒരുപോലെയാണെങ്കിൽ ഛേദങ്ങളിൽ ചെറുതായിരിക്കും വലിയ സംഖ്യ. ഛേദങ്ങളിൽ ചെറുത് വരുന്ന ഇത് 5 3 അല്ലേ, ചെറുത് വരുന്നതായിരിക്കും വലിയ സംഖ്യ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് 2/5 ചെറുതാണ് ആരേക്കാളും 2/3. അപ്പം ഒന്നുകൂടി ശ്രദ്ധിക്കുക, അംശങ്ങൾ ഒരുപോലെയാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ചെറിയ നമ്പർ വരുന്നത് എവിടാണോ അയാളായിരിക്കും വലിയ നമ്പർ. മനസ്സിലായല്ലോ? ഒന്നുകൂടെ ക്ലിയർ ആക്കിയേക്കാം. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂമറേറ്ററിൽ ആരാണോ വലുത് അയാളായിരിക്കും വലുത്. ഇനി ന്യൂമറേറ്റർ 2 സെയിം ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ആരാണോ ചെറുത് അയാളായിരിക്കും വലിയ സംഖ്യ. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം 2/5 3/4. നോക്കുക, 4 ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഛേദങ്ങൾ ഒരുപോലെ ആക്കാൻ നോക്കുന്നു. ഛേദങ്ങൾ ഒരുപോലെ ആക്കുന്ന എങ്ങനെ? 5ൻ്റെയും 4ൻ്റെയും പൊതുവായ ഗുണിതം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 5ൻ്റെ ടേബിൾ എഴുതുക. 5 2s are 10, 5 3s are 15, 5 4s are 20 വരും. 4ൻ്റെ ടേബിൾ ആണെങ്കിൽ 4 1s are 4, 4 2s are 8, 4 3s are 12, 4 4s are 16, 4 5s are 20. അപ്പോൾ 2ൻ്റെയും പൊതുവായ ഗുണിതം ആരാണ്? 20 ആണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 20 ആക്കുക. ഇതിനെ 5നെയും 20 ആക്കുക, 4നെയും 20 ആക്കുക. അപ്പോൾ എന്താവും? 2/5 × 20. അപ്പോൾ ഇവിടെ എന്താവും? ×20. ഇവിടെ 3/4 × 20. ×20 അല്ലല്ലോടെ വെച്ചാൽ മാറിപ്പോയി. 5 20 ആവാൻ എന്ത് ചെയ്യണം? ×4. ഇവിടെ ×4, ഇവിടെ 4 × 5 × 5. 8/20യും ഇവിടെ 15/20 15/20 ആണ്. ഇതിൽ ഏതാണ് വലുത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? 20 കഷ്ണങ്ങളിൽ 8 എണ്ണം കിട്ടുന്ന ആൾക്കാണോ കൂടുതൽ കഴിക്കാൻ പറ്റുക? 20 കഷ്ണങ്ങളിൽ 15 കിട്ടുന്ന ആൾക്കാണോ? 15. സോ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ വലുതായിട്ടുള്ള ആളായിരിക്കും വലിയ സംഖ്യ. സോ 8/20 ഗ്രേറ്റർ ദാൻ ആണ് ലെസ് ദാൻ 15/20, അല്ലെങ്കിൽ 15/20 ആയിരിക്കും 8/20 വലുത്. ക്ലിയർ അല്ലേ? അടുത്ത നാലാമത്തെ ചോദ്യം ഇതാണ്: 3/7 2/9. അപ്പോൾ ഇതിൽ രണ്ടിലും പൊതു ഗുണിതം ഇല്ല. 7ൻ്റെ പട്ടിക എത്ര എഴുതിയാലും വരില്ല, 9ൻ്റെ പട്ടിക എഴുതിയാലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ പൊതുഗുണിതങ്ങൾ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ, അല്ലെങ്കിൽ കോമൺ പൊതുഗുണിതമല്ല, HCF ഇല്ല എങ്കിൽ ഇതിൻ്റെ ഗുണന ഫലമായിരിക്കും നമുക്ക് താഴെ ഛേദത്തിൽ വരുന്ന സംഖ്യ, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്ന. അപ്പം 7നെ നമ്മൾ എന്ത് ചെയ്യണം? 3/7 9 കൊണ്ടും 2/9 7 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? ഒരുപോലെ ആകും. അതായത് 27/7 9s are 63. 63 അല്ലല്ലോ, 72. 7 9s are 63. ഇവിടെയാണെങ്കിൽ 14/63. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററിൽ വലിയ ആളായിരിക്കും വലിയ നമ്പർ. അടുത്തത് 5th ക്വസ്റ്റ്യൻ. 2/7
ആൻഡ് 3/8. ഇവിടെയും കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് 7 8s are 56 വരണം. സോ 2/7 ഇൻറ്റു 8 കൊടുത്തു. ഇവിടെ 3/8 കൊടുത്തിട്ട് ഇൻറ്റു 7 കൊടുത്തു. സെയിം ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയാണ് കേട്ടോ. സോ 8s are 16/56ഉം 21/56ഉം. ഇവിടെ ആരാണ് വലുത്? 21 ആണ് വലുത്. സോ ഇങ്ങനെ നമ്മൾ സിമ്പിൾ കൊടുക്കണം. ഇത് ആറാമത്തെ ചോദ്യമാണ്. 4/9 ആൻഡ് 3/8. സോ ഇവിടെ എന്ത് ചെയ്യണം? 4/9 72. 8 9s are 72. അപ്പോൾ ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 8 ഇൻറ്റു 9ഉം ഇവിടെ 3 ഇൻറ്റു 9ഉം എഴുതുന്നു. സോ 8 4s are 32/72. 3 9s are 27/72. വലുതാരാണ്? 32 അല്ലേ വലുത്? ഇങ്ങനെ കൊടുക്കണം ചിഹ്നം. ക്ലിയർ അല്ലേ? അടുത്തത് അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെയുള്ള ഓരോ 3 ഭിന്നസംഖ്യകളെയും ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ ഈ ചിഹ്നം ഉപയോഗിച്ച് എഴുതുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ആ ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കണം കേട്ടോ. ടീച്ചറുടെ മലയാളം മീഡിയം ബുക്ക് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ ഏറ്റവും ചെറുത് ആദ്യം എഴുതുക, അടുത്ത വലുത് അങ്ങനെ എഴുതണം. ഓക്കെ. ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ന്യൂമറേറ്റർ എല്ലാം സെയിം ആക്കുക, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ എന്നാൽ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നോക്കാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 5 4 5 അല്ലേ? അപ്പം 5 4 20 വരുന്നതായിരിക്കും ഉത്തമം അല്ലേ? അപ്പോൾ ഇവിടെ ഇൻറ്റു 4 കൊടുക്കുന്നു. അപ്പോൾ അതേ നമ്പർ ബാലൻസ് ചെയ്യാൻ മുകളിലും കൊടുക്കണം. ഇവിടെ 5 കൊടുക്കുന്നു, ഇവിടെ 5 കൊടുക്കുന്നു, ഇവിടെ 4 കൊടുക്കുന്നു, ഇവിടെ 4 കൊടുക്കുന്നു. അപ്പോൾ കിട്ടിയ ആൻസർ എന്താ? 8/20, 15/20, 12/20. ഇവിടെ നോക്കുക, 20ൽ ഏറ്റവും കൂടുതൽ കഷ്ണങ്ങൾ വരുന്ന എവിടെ? നടുവിലല്ലേ? അപ്പോൾ ഇയാളായിരിക്കും ഏറ്റവും വലുത്. അതിന് നമുക്കിവിടെ എഴുതാം 15/20 ആണ് ഏറ്റവും വലുത്. ഇനി 8ഉം 12ഉം വലുതാരാ? 12 ആണ്. അതിന് 12/20 ആണ് അടുത്തത് എഴുതേണ്ടത്. അടുത്തത് ആരാണ്? 8/20. ഇങ്ങനെയാണോ ആൻസർ എഴുതി വെക്കേണ്ടത്? നമ്മുടെ ചോദ്യത്തിനനുസരിച്ച് വേണം എഴുതേണ്ടത്. അപ്പം ഈ 15/20 നടുവിലത്തെ ആളല്ലേ വന്നത്. അപ്പം ഏറ്റവും വലുതാരാ? നമ്മൾ എഴുതുമ്പോൾ 3/4 ആണ് ഏറ്റവും വലുത്. അടുത്ത 12/20 ആണ്. അത് ലാസ്റ്റത്തെ 3/5. ഏറ്റവും ചെറുത് 8/20 വന്നത് 2/5. ഇതാണ് ആൻസർ. 2/5 ആണ് ഏറ്റവും ചെറുത്. അതിനുശേഷം 3/5, അതിനേക്കാളും കുറച്ചുകൂടി വലുത് 3/4. അടുത്തത് 3/7, 2/9, 2/7. 7ഉം 9ഉം ഒക്കെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മുകളിലത്തെ സെയിം ആക്കാം. മുകളിലത്തെ സെയിം ആക്കുന്നത് എങ്ങനെ? ഇവിടെ 3 2 അല്ല. അപ്പോൾ നമുക്ക് 3 2s are 6 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 3/7 ഇൻറ്റു 2 ചെയ്യുന്നു. ഇവിടെ 2/9 വരുമ്പോൾ ഇൻറ്റു 3 ചെയ്യുന്നു. ഇവിടെ 2/7 ചെയ്യുമ്പോൾ ഇൻറ്റു 3 ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെ മാറി നമ്പർ? 6/14. ഇവിടെ 6/27. ഇവിടെ 6/21. ഇങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്റർ എല്ലാം ഒരുപോലെയാണ്. ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ ആളായിരിക്കും ഏറ്റവും ചെറുത്. അപ്പോൾ 6/27 ആണ് ഏറ്റവും ചെറുത്. അതിനുശേഷം 6/21 അടുത്തതിന് കുറച്ചുകൂടി വലുതാണ്. 6/14 ആയിരിക്കും ഏറ്റവും വലുത്. ആൻസർ എഴുതുമ്പോൾ 6/14 എന്ന് പറയുന്ന ഫസ്റ്റ് നമ്പറിലാണ് വന്നത്. അതായത് ആൻസർ 3/7 ആണ് ഏറ്റവും വലുത്. 3/7 ഏറ്റവും വലുത്. അതിനുശേഷം വന്നിരിക്കുന്നത് 21 എന്ന് പറയുന്നത് ലാസ്റ്റത്തിലാണ്. ദാറ്റ് ഈസ് 2/7. അടുത്തത് 6/27. 6/27 വന്നത് സെക്കൻഡ് വൺ, അതായത് 2/9. ഓക്കെ, 2/9 ആണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഏറ്റവും വലുത് 3/7. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1/2, 1/3, 2/3. ഇവിടെ
ഡിനോമിനേറ്റർ എല്ലാം ചെറിയ നമ്പറാണ്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റാം. ഇത് മാറ്റാം. 1/2 × 3, ഇവിടെ 1/3 × 2, ഇവിടെ 2/3 × 2. എല്ലാം സെയിം ഡിനോമിനേറ്റർ ആക്കുക എന്നുള്ള ലക്ഷ്യമേ ഉള്ളൂ കേട്ടോ, വേറെ മറ്റുദ്ദേശങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ അതായത് 3 2s are 6 ആയി, 3 2s are 6 ആയി, 3 2s are 6 ആയി. സോ ഇത് 3/6, ഇത് 2/6, ഇത് 4/6. ഡിനോമിനേറ്റർ എല്ലാം ഒരുപോലെ വന്നു. ന്യൂമറേറ്ററിൽ അപ്പം ഏറ്റവും വലുതാരാ, ഏറ്റവും കൂടുതൽ കഷ്ണം 6 4 കിട്ടിയ ആൾക്കാണ് കൂടുതൽ ഭാഗം കിട്ടുക. അതുകൊണ്ട് തന്നെ 4/6 ആണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് 2/6. അപ്പോൾ 2/6 ലെസ് ദാൻ 3/6 ലെസ് ദാൻ 4/6. ഇതിൽ തന്നെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മൾ എഴുതുന്നു. 2/6 വന്നത് 1/3ലാണ്. അടുത്തത് 3/6 വന്നത് 1/2ലാണ്. അടുത്തത് 2/3 വന്നത് 4/6 വന്നത് 2/3ലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. 1/3 ആണ് ഏറ്റവും ചെറുത്, ഏറ്റവും വലുത് 2/3. ഓക്കെ.